ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മസാല പറാട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പിയാണ് കേട്ടോ. ആട്ട വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദ മാവ് വേണേലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചതച്ച വെളുത്തുള്ളിയാണ്. ഇത് 1/2 ടീസ്പൂണാണ് കേട്ടോ. അപ്പം നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളി അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ക്യുമിൻ പൗഡർ, നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ മല്ലിപ്പൊടി. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ. നിങ്ങൾക്ക് ഈ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഒരു ഫ്ലേവർ വരുത്താൻ വേണ്ടി നമുക്ക് ചാട്ട് മസാല വേണേലും യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. എനിക്ക് ചാട്ട് മസാലയുടെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഗരം മസാല ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയും അതുപോലെ തന്നെ ഗാർലിക്കും മാത്രമാണ് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ബാക്കി എല്ലാ പൊടികളും 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചോപ്പ് ചെയ്തതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളും ആട്ടയുമായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. എന്നിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ പിന്നെയും ഒഴിച്ചു കൊടുക്കാം. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്ക് ആദ്യത്തെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇത് കഴിക്കാൻ വേണ്ടി കുറച്ച് തൈരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിന ചട്നിയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് മൊരിയണം. കാരണം നമ്മൾ ഗാർലിക്ക് ക്രഷ് ചെയ്തിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊറിയാൻഡർ ലീവ്സ് ആണെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർക്കണം. അപ്പം നമുക്കിതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നത് കേട്ടോ. അഗെയിൻ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ ഗീയോ ഓയിലോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ യൂസ് ചെയ്തതന്നേ ഉള്ളൂ.
ഇതുപോലെ നന്നായിട്ട് പൊങ്ങി നമുക്ക് ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ സൈഡും നന്നായിട്ട് അമർത്തി നേരത്തെ പോലെ തന്നെ മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കറക്കി ഇത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മൾ അതും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.